ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ മക്കളെ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ. ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നമ്മളെ മോചിപ്പിക്കും. വിശ്വസിച്ച് വലതുകരടുത്ത് എന്ന് പറയാം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ 58:9 വചനം പറയാണ്, നീ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് കർത്താവ് ഉത്തരം അരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് മറുപടി നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നിനക്കൊരു ഉത്തരം തരും. പ്രാർത്ഥന കേട്ടു എന്നൊരു ഉത്തരം തരും. പക്ഷേ എന്നാണ് അത് നിൻ്റെ ജീവിതത്തെ യാഥാർത്ഥ്യമാകുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒരു ഉത്തരമുണ്ട് എന്ന് ദൈവം ഉറപ്പുവരിക. പക്ഷേ അടുത്ത വചനത്തിൽ ദൈവം പറയാണ്, നീ നിലവിളിച്ചാൽ ഇതാ ഞാനെന്ന് അവിടുന്നൊരു മറുപടി നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ രാത്രി നമുക്ക് മറുപടിയാണോ വേണ്ടത്, ഉത്തരമാണോ വേണ്ടത്? ദൈവത്തിൽ നിന്നൊരു ഉത്തരമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ശാന്തരായി കാത്തിരുന്നാൽ മതി. പക്ഷേ അടിയന്തരമായ ഒരു ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധി നിലവിളിച്ച് നമ്മൾ അവിടുത്തെ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സന്നിധിയിലേക്ക് നമ്മുടെ കരം ഉയരണം. നമ്മുടെ കരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ നിലവിളിയോടുകൂടി കരമുയർത്തുന്ന എൻ്റെ കരത്തെ പിടിക്കുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നെൻ്റെ കരം ഈ ഭൂമിയിലേക്ക് താഴ്ത്തും. അത് നമ്മുടെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ സമയങ്ങളിൽ സംഭവിക്കും. വലതുകരടുത്തെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ വീണ്ടും ദൈവത്തെ ഒന്ന് ആരാധിച്ച് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുന്ന കണ്ണുകൾ അടയ്ക്കുക. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നൊരു മറുപടിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അനേക പ്രശ്നങ്ങൾ നീണ്ട നാളുകൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. എന്നാൽ ദൈവം പറയുക, നിനക്കൊന്ന് നിലവിളിക്കാമോ? ആഗാർ നിലവിളിച്ചു. ആ നിലവിളിയുടെ ഉത്തരമായി ഓരോറവെ കർത്താവ് തുറന്നു കൊടുത്തു. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഹന്ന നിലവിളിച്ചപ്പോൾ ആ നിലവിളിക്ക് ഉത്തരമായി സാമുവേൽ എന്ന ഒരു പ്രവാചകന് ദൈവം ഒരു മറുപടി കൊടുക്കുക. നിലവിളിയുടെ മറുപടിയായി ആ ഒരു പ്രവാചകൻ ഉദയം കൊള്ളുന്നു. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് രണ്ട് കരമൊന്ന് ഉയർത്തുക. കണ്ണുകൾ അടച്ച് കരമൊന്നുയർത്തി കരത്തിൻ്റെ മുട്ടുകളൊക്കെ നന്നായിട്ടൊന്ന് നിവരട്ടെ. നമ്മുടെ നിയോഗങ്ങളെ വീണ്ടും ഓർക്കുക. ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്, കർത്താവിൻ്റെ സന്നിധി സമർപ്പിക്കുകയാണ്, മറ്റു പ്രാർത്ഥനകളെല്ലാം ഓർക്കുകയാണ്. ദൈവത്തിന് മുമ്പിൽ ചങ്ക് തുറന്ന് ഒരു നിലവിളി, ആ നിലവിളിക്ക് ഒരു മറുപടി ഉണ്ടെന്ന് വിശുദ്ധ വചനം നിന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ നൈറ്റ് വിജയത്തിലൂടെ ദൈവം നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ നിലവിളിക്ക് ഒരു മറുപടിയുണ്ട്, നിന്റെ നിലവിളിക്ക് ഒരു മറുപടിയുണ്ട്. ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്, ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ്, ആ യേശുവിനെ നമ്മൾ ആരാധിക്കുകയാണ്. ഇരു കരമുയർത്തി, യേശുവേ എൻ്റെ ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, ഈശോയേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഈ ആരാധന എൻ്റെ വിടുതലാണേ, ഈ ആരാധന എൻ്റെ ആനന്ദമാണേ, ഈ ആരാധന എൻ്റെ സൗഖ്യമാണേ, ഈ ആരാധന എൻ്റെ സന്തോഷമാണേ. ചേർന്ന് പാടാമോ? ശക്തമായിട്ടൊന്ന് കരമടിച്ച്, ശക്തമായി കരമടിച്ച് വലിയ ഉണർവോടെ നമ്മൾ പാടി ആരാധിക്കുകയാണ്. ദൈവമേ, ഇന്നെൻ്റെ പ്രശ്നങ്ങളിൽ സ്വർഗത്തിൻ്റെ ഒരു മറുപടി കടന്നു വരണം. ഒരു മറുപടി എനിക്ക് വേണം. എനിക്കൊരു ഉത്തരമല്ല വേണ്ടത് ദൈവമേ, എൻ്റെ പ്രശ്നത്തിനൊരു ഉത്തരമല്ല, മറിച്ച് ഒരു മറുപടി എനിക്ക് കിട്ടണം. ആ ബോധ്യത്തോടെ ശക്തമായി കരമടിച്ച്, ശക്തമായി. ആമേൻ. ഇരുവശങ്ങളിലേക്ക് കരമൊന്നടിക്കാമോ? ഇടതുവശത്തേക്കും വലതുവശത്തേക്ക് കരമൊന്നടിച്ച് കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് ആരാധിച്ച്. So
ആരാധിപ്പാൻ യോഗ്യനെന്റെ യേശു മാത്രം, സ്തുതികൾക്ക് യോഗ്യനെന്റെ യേശു മാത്രം, പുകഴ്ചയ്ക്ക് യോഗ്യനെന്റെ യേശു മാത്രം, ബഹുമാനത്തിനു യോഗ്യനേശു മാത്രം. പാടാം. ആരാധിപ്പാൻ യോഗ്യനെന്റെ യേശു മാത്രം, സ്തുതികൾക്ക് യോഗ്യനെന്റെ യേശു മാത്രം, പുകഴ്ചയ്ക്ക് യോഗ്യനെന്റെ യേശു മാത്രം, ബഹുമാനത്തിനു യോഗ്യനേശു മാത്രം. കരമുയർത്തിയടിച്ച് ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. സന്തോഷത്തോടെ കരമടിച്ച് ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ സാധ്യതകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്ത. പ്രിയമുള്ളവരെ, ദൈവാരാധനയിൽ ജെറിക്കോയുടെ മതിലുകൾ തകർന്നു വീണിട്ടുണ്ടെങ്കിൽ, ചെങ്കടൽ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ഈ ആരാധന നിന്റെ വ്യക്തി ജീവിതത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ഈ രാത്രി ഒരു മിന്നലൊളി പോലെ ദൈവം അയക്കും. ദൈവശക്തി ഇറങ്ങി വരും, ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കും. രണ്ട് കരമുയർത്തി വിളിക്കുന്നു, യേശുവേ. വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ച് കുടുംബങ്ങളിൽ ഒരു ആരാധന ഉയരട്ടെ, സമൂഹങ്ങളിൽ ഒരു ആരാധന ഉയരട്ടെ, കൂട്ടായ്മകൾ ആരാധനയുടെ അഭിഷേകം നിറയട്ടെ. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധനയുടെ അഭിഷേകം ഭവനങ്ങളെ വിശദീകരിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. കരമടിച്ച് വീണ്ടും ചേർന്ന് പാടാം. മലയാണെങ്കിൽ അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ മന്ന ഒരുക്കും, മതിലാണെങ്കിൽ യെരിഹോവായാലും മാറിയിടും നമ്മൾ ആർക്കുമ്പോ. ചേർന്ന് പാടാം. മലയാണെങ്കിൽ അത് മാറിപ്പോകും, മരുഭൂമിയാണെങ്കിൽ മന്ന ഒരുക്കും, മതിലാണെങ്കിൽ യെരിഹോവായാലും മാറിയിടും നമ്മൾ ആർക്കുമ്പോൾ. ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ശക്തമായി ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. ഓ ഏറ്റുപാടി. ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളെ കരമൊന്നടിച്ച് അടുത്ത് നിൽക്കുന്നവരൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരും ഒന്ന് സ്നേഹിച്ച് ഒരു കൂട്ടായ്മയെ നമ്മൾ ആരാധിക്കുകയാണ്. വലിയ സ്നേഹത്തോടെ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ഒന്ന് ചേർന്ന് വീണ്ടും കരമടിച്ച് കൃപ സ്വീകരിച്ച് അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടുവാനിനി കാര്യമില്ല, ആപത്തു കാലത്തിൽ ആദി വേണ്ട, അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും, ചങ്ങലകളെല്ലാം അഴിയും. ഭയപ്പെടുവാനിനി കാര്യമില്ല, ആപത്തു കാലത്തിൽ ആദി വേണ്ട, അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും, ചങ്ങലകളെല്ലാം അഴിയും. കരമുയർത്തിയടിച്ച് ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. കണ്ണുകളടച്ച് ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ. ഈ ആരാധന എന്റെ വിടുതലാണേ, ശക്തമായി കരമടിച്ച് ആരാധന എന്റെ ആനന്ദമാണേ, കണ്ണുകളടച്ച് ആരാധന എന്റെ സൗഖ്യമാണേ, ഈ ആരാധന എന്റെ സന്തോഷമാണേ, ഈ ആരാധന എന്റെ വിടുതലാണേ, ഈ ആരാധന എന്റെ ആനന്ദമാണേ, ഈ ആരാധന എന്റെ സൗഖ്യമാണേ, ഈ
ആരാധന എന്റെ സന്തോഷമാണ്. ശാന്തമായിരിക്കാം. സ്നേഹമുള്ളവരെ, 1-2 മാസം മുമ്പ് നൈറ്റ് വിജിലിൽ ഇവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ കൈക്ക് നീളമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൈ നീട്ടി നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ നിങ്ങളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ നെറ്റിയിൽ ഞാനൊരു കുരിശ് വരയ്ക്കുമായിരുന്നു. നിങ്ങളുടെ വീടിൻ്റെ വാതിലിൽ ഞാനൊരു കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കണ്ടിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കുറേ പേര് എന്നെ വിളിച്ചു. അച്ഛാ, അവിടെ നിന്നുകൊണ്ട് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ വീടിൻ്റെ വാതിലിൽ ഒന്ന് കുരിശ് വരയ്ക്കണം. അച്ഛാ, അവിടെ നിന്നുകൊണ്ട് എൻ്റെ പറമ്പനെ ആശീർവദിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. ആ ഫോട്ടോ കൊണ്ട് എൻ്റെ പറമ്പിൽ പോയി അത് ഉയർത്തിപ്പിടിച്ച് എനിക്ക് പ്രാർത്ഥിക്കാനാണ്. ഇങ്ങനെയൊക്കെ കുറേ ആളുകൾ എന്നെ വിളിച്ചു. ഇതെല്ലാം കൂടി എന്നിലാകപ്പാടെ ഒരു വല്ലാത്ത ഭാരമുണ്ടാക്കി. ഒരു നിസ്സഹായതയുടെ ഭാരം എന്ന് വേണേൽ പറയാം. ഇങ്ങനെ ആളുകൾ ഓരോ സങ്കടങ്ങൾ പറയുമ്പോൾ, പ്രതീക്ഷകൾ പറയുമ്പോൾ, ദൈവമേ, അവർക്ക് എന്തുമാത്രം സഹനമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പരിഹാരമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് എൻ്റെ മനസ്സ് ഭാരപ്പെടുന്നത്. അന്ന് ഞാനിവിടെ വെച്ച് പ്രധാനമായിട്ടും പ്രാർത്ഥിച്ചത് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, എല്ലാ കുടുംബങ്ങളിലും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, അഴിഞ്ഞു പോകാത്ത കെട്ടുകളുണ്ട് എന്ന് ഞാൻ കൂടുതൽ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇന്നും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ദൂരം പ്രശ്നമല്ല. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ദൂരം സാരമാക്കേണ്ട. അടുത്തായിരുന്നെങ്കിൽ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. നമ്മൾ രണ്ട് കൂട്ടരും ദൈവത്തിൻ്റെ അടുത്ത, അഥവാ നമ്മൾ രണ്ട് കൂട്ടരുടെയും അടുത്ത് ദൈവമുണ്ട്. അവർ വിശ്വാസത്തോടു കൂടി നമ്മുടെ കുടുംബാംഗങ്ങളെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ സമർപ്പിച്ച് ഒരിക്കൽ കൂടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവമേ, നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ, നീ എൻ്റെ ഉള്ളിലുണ്ടായിരിക്കണമേ, നിൻ്റെ ശക്തി എന്നിൽ നിറയ്ക്കണമേ, നിൻ്റെ സാന്നിധ്യം എന്നിൽ നിറയ്ക്കണമേ, നിൻ്റെ കൃപകൾ എന്നിൽ നിറയ്ക്കണമേ, നിൻ്റെ അഭിഷേകം എന്നിൽ നിറയ്ക്കണമേ. ആ അഭിഷേകം കരകവിഞ്ഞ് ഒഴുകണമേ. കരിഞ്ഞൊഴുകുന്ന അഭിഷേകം എന്നെ കേൾക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അനുഗ്രഹത്തിന്, സൗഖ്യത്തിന്, വിടുതലിന്, അഭിഷേകത്തിന്
കാരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ദയവായിട്ട് നിങ്ങളും അല്പസമയം കണ്ണടച്ചിരുന്ന് എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുക. കുടുംബത്തിന് പൊതുവായിട്ടുള്ളതുമായ പ്രതിബന്ധങ്ങളെ, നമ്മൾ പറയുന്ന കെട്ടുകളെ ഒന്ന് സമർപ്പിക്കുക. അതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ആളുകൾ വിളിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അത് നമ്മൾ വിചാരിക്കുന്നതും വിചാരിക്കാത്തതുമായ പ്രശ്നങ്ങൾ. എൻ്റെ കൊച്ചിന് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇത് പരീക്ഷാകാലമാണ്. എൻ്റെ കൊച്ച് വായിച്ചിട്ടൊന്നും തലയിൽ നിൽക്കുന്നില്ല. ഒന്നാന്തരമായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു, ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പുസ്തകം കയ്യിലെടുക്കൂല, ഇപ്പോൾ ചുമ്മാ ദേഷ്യപ്പെടുകയാണ്, വഴക്കുണ്ടാക്കുകയാണ്. എൻ്റെ കൊച്ചിന് ജോലി കിട്ടുന്നില്ല, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കുന്നില്ല. എനിക്ക് 2 ആൺമക്കളാണ്, അവർക്ക് 30ഉം 35ഉം വയസ്സായി, അവർക്ക് കല്യാണം നടക്കുന്നില്ല. എൻ്റെ കുടുംബത്തിൻ്റെ കടം തീരുന്നില്ല, ബാധ്യത തീരുന്നില്ല, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നിരവധി രോഗങ്ങൾ, നിരവധി മാറാരോഗങ്ങൾ, സാമ്പത്തിക മേഖലയിലെ നിരവധി പ്രശ്നങ്ങൾ, വ്യക്തിബന്ധത്തിലെ നിരവധി പ്രശ്നങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ആളുകൾ പറയുക. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരുടെയും വീടുകളിൽ ഇത് കൂട്ട് 1, 2, 3, 4, 5 പ്രശ്നങ്ങളുണ്ട്, ബന്ധനങ്ങളുണ്ട്, കെട്ടുകളുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ മാനുഷികമായി കാണുന്ന പല പ്രശ്നങ്ങളുടെയും പിന്നിൽ ഒരു പൈശാചിക ബന്ധനമുണ്ട്. ഞാൻ അന്ന് തന്നെ പറഞ്ഞതാ, ഈശോയുടെ അടുത്ത് ഒരപ്പൻ മകനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അപസ്മാര രോഗമാണെന്നും പറഞ്ഞാൽ കൊണ്ടുവന്നത്. അപസ്മാരം കാണിക്കുകയും ചെയ്തു. പക്ഷെ യഥാർത്ഥ കാരണം പൈശാചിക ബന്ധനമായിരുന്നു. ഈശോ ആ കുട്ടിയിൽ നിന്ന് പിശാചിനെ പുറത്താക്കിയപ്പോൾ അപസ്മാരം മാറിയ കുട്ടി സുഖം പ്രാപിച്ചു. അപ്പം നമ്മൾ പുറമേ കാണുന്ന പല പ്രശ്നങ്ങൾക്കും പിറകിൽ ചിലപ്പോൾ ഒരു പൈശാചിക സാന്നിധ്യമോ പൈശാചിക ബന്ധനമോ ഒക്കെ കാണാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉദ്ധിതനായ ഈശോയോടാണ്. പീഡാസഹനവും മരണവും പുനരുത്ഥാനവും വഴി സർവ്വത്തിന് മേൽ അധികാരം നേടിയ ഈശോയോടാണ്. ആ ഈശോയ്ക്ക് രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട്, വ്യാധികളുടെ മേൽ അധികാരമുണ്ട്, മാറാ രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുടെ മേൽ അധികാരമുണ്ട്, പൈശാചിക ബന്ധനങ്ങളുടെ മേൽ അധികാരമുണ്ട്, ദുശീലങ്ങളുടെ മേൽ അധികാരമുണ്ട്, തഴക്ക ദോഷങ്ങളുടെ മേൽ അധികാരമുണ്ട്, മനസാന്തരമില്ലാത്ത ജീവിതത്തിന് മേൽ അധികാരമുണ്ട്, എല്ലാത്തിനും മേൽ അധികാരമുണ്ട്. ആ ഈശോയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, ഞാൻ പറയുമ്പോൾ ഞാനെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഓർക്കുക, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർക്കുക. ഈശോയെ, എൻ്റെ അടുത്തേക്ക് വരണമേ. പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമല്ല സർവ്വത്തിന്മേൽ അധികാരം നേടി ഈശോയെ എൻ്റെ അടുത്തേക്ക് വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ, എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ, എന്നിൽ നിറയണമേ ഈശോയെ, എന്നിൽ നിറയണമേ ഈശോ. ഇവിടുത്തെ ശക്തി എന്നെ നിറയ്ക്കണമേ ഈശോയെ, അവിടുത്തെ സാന്നിധ്യം എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ അഭിഷേകം എന്നിൽ നിറയ്ക്കണമേ, അവിടുത്തെ കൃപ എന്നിൽ നിറയ്ക്കണമേ. അതുവഴിയായിട്ട് അവിടുത്തെ കൃപ കരകവിഞ്ഞു വിടുന്നതിൻ്റെ ഫലമായിട്ട് എന്നിലും എൻ്റെ വീട്ടിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ, മാറാ രോഗങ്ങൾ വിട്ടുപോകട്ടെ, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. പൈശാചിക ബന്ധനം മൂലമുള്ള പലതരത്തിലുള്ള കെട്ടുപട്ടുകൾ പൊട്ടിപ്പോകട്ടെ, സാമ്പത്തിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, വഴിതെറ്റിപ്പോകുന്ന മക്കൾ ആശീർവദിക്കപ്പെടട്ടെ, അവരുടെ ബന്ധനങ്ങൾ എഴിയട്ടെ. പരിശുദ്ധാത്മാവ് അവർക്ക് വിവേകം നൽകട്ടെ, ജ്ഞാനം നൽകട്ടെ, അറിവ് നൽകട്ടെ, ആലോചന നൽകട്ടെ, ആത്മശക്തി നൽകട്ടെ. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുക, ഓരോ തവണ ഈ ലഹരി വിമുക്ത ക്യാമ്പിൽ കൊണ്ടേയാക്കും, കുറച്ച് ദിവസം അവിടെ നിൽക്കും, തിരിച്ചു വന്ന് 2-3 ആഴ്ച കുഴപ്പമില്ലാതെ നിൽക്കും, വീണ്ടും പഴയപടിയാകും, വീണ്ടും അവിടെ കൊണ്ടേയാക്കും. ദൈവമേ, അങ്ങനെയുള്ളവർക്ക് ഒരു വിടുതൽ നൽകണമേ. അവരെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പറ്റുന്നില്ല. കർത്താവേ, വിടുതലിൻ്റെ ആത്മാവിനെ കൊണ്ട് അവരെ വിടുവിപ്പിക്കണമേ. അവരുടെ ബന്ധനങ്ങൾ, ലഹരിയോടുള്ള ആസക്തികൾ എടുത്തു മാറ്റണമേ, മദ്യത്തോടുള്ള ആസക്തികൾ എടുത്തു മാറ്റണമേ, ജഡിക ആസക്തികൾ എടുത്തു മാറ്റണമേ, സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ എടുത്തു മാറ്റണമേ, കൃപകളാൽ നിറയ്ക്കണമേ, അഭിഷേകത്തെ നിറയ്ക്കണമേ. കർത്താവ്, ഓരോ കുടുംബത്തിനും പ്രത്യേകമായ നിയോഗങ്ങളുണ്ട്, പ്രത്യേകമായ ബന്ധനങ്ങളുണ്ട്,
പ്രത്യേകമായ ആവശ്യങ്ങളുണ്ട്. അവയുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വാസത്തിൽ പലരും എന്നോട് പറഞ്ഞതുപോലെ വിശ്വാസത്തിൽ ഞാൻ എൻ്റെ കരം നീട്ടി കർത്താവെ ഓരോ വ്യക്തിയുടെ തലയിൽ വെച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നസ്രായനായ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ നെറ്റിയിൽ ഈശോയുടെ കുരിശ് ഞാൻ വരയ്ക്കുകയാണ്. ഈശോയെ, ആ കുരിശിലൂടെയാണല്ലോ അവിടുന്ന് സർവ്വത്തിന്മേലെ വിജയം നേടിയത്, അധികാരം നേടിയത്. കർത്താവെ, അഭിഷേകത്താൽ ആ കുരിശിൻ്റെ ശക്തിയാൽ ഓരോ വ്യക്തിയുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറാ രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണങ്ങാത്ത മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുപ്പ് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികാരചിന്ത വിട്ടുപോകട്ടെ എന്ന് പറയും. വിട്ടുമാറാത്ത സങ്കടങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന്, ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനത്തിന് ഫലമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് പഠിക്കാനുള്ള കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷാ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസാന്തരത്തിന്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുണ്ടാകാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കുടുംബത്തിന് മേലുള്ള എല്ലാ ദുഷ്ടാരൂപികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും പൈശാചിക ശക്തികളെയും നസ്രായനായ ഈശോയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോട് ഞാനിപ്പോൾ ബന്ധിച്ച് ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് അയക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഭവനങ്ങളും വസ്തുവകളും വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദി ദൈവമേ, സ്തോത്രം. കരമുയർത്തി കർത്താവിനെ വിളിക്കാം. കരമുയർത്തി കർത്താവിനെ വിളിക്കാം. കർത്താവെ, എൻ്റെ അടുത്തേക്ക് വരണമേ, എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്നിലേക്ക് വരണമേ, എന്നിൽ നിറയണമേ. ഈശോയെ, എന്നിൽ നിറയണമേ. ഈശോയെ, എന്നിൽ നിറയണമേ. ശക്തി നിറയ്ക്കണമേ. അവിടുത്തെ ശക്തി നിറയ്ക്കണമേ. ആ ശക്തി കരകവിഞ്ഞൊഴുകട്ടെ. ആ അഭിഷേകം കരകവിഞ്ഞൊഴുകട്ടെ. അത് രോഗശാന്തിയായി രൂപാന്തരപ്പെട്ട്, മാനസാന്തരമായി രൂപാന്തരപ്പെട്ട്, ദുശ്ശീലങ്ങൾ വിട്ടുപോകാൻ കാരണമാകും. തഴക്കദോഷങ്ങൾ വിട്ടുപോകാൻ കാരണമാകും. പൈശാചിക ശക്തികൾ വിട്ടുപോകാൻ കാരണമാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങൾ നടക്കാൻ കാരണമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ, നിന്റെ നാമത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു, കരം നീട്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശുകൊണ്ട് മുദ്ര വയ്ക്കുന്നു. തിരുരക്തത്താൽ തളിക്കപ്പെടുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കട്ടെ. ദുഷ്ടാരൂപികളുടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. പൈശാചിക ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ. കുടുംബത്തിന്റെ മേലുള്ള ശാപത്തിന്റെ, പാപത്തിന്റെ, ദുശ്ശീലങ്ങളുടെ, തഴക്കദോഷങ്ങളുടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. വെറുപ്പിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. സാമ്പത്തിക പുരോഗതികളുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പഠിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പരീക്ഷ ജയിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ജോലിക്കുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ദമ്പതികൾ തമ്മിലുള്ള ഭിന്നതകൾ മാറിപ്പോകട്ടെ. മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. വഴിതെറ്റി പോകാനുള്ള മക്കളുടെ സ്വഭാവ വിശേഷങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, സ്തോത്ര ദൈവമേ, നന്ദി. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നസ്രായനായ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. രോഗശാന്തികളും മാനസാന്തരം സംഭവിക്കട്ടെ. ദൈവമേ, നന്ദി. ദൈവമേ, സ്തോത്രം. സർവ്വത്തിന്മേൽ അധികാരമുള്ള ഈശോയെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ. ഞങ്ങളിൽ നിറയ്ക്കണമേ. കൃപ നിറയ്ക്കണമേ. അഭിഷേകം നിറയ്ക്കണമേ. സൗഖ്യം നിറയ്ക്കണമേ. ശക്തി നിറയ്ക്കണമേ. കൃപകൾ കരകവിഞ്ഞൊഴുകട്ടെ. അഭിഷേകം കരകവിഞ്ഞൊഴുകട്ടെ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് പുതിയ ജീവിതം നൽകണമേ. പുതിയ ജീവിതം നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ പുനരുദ്ധരിക്കണമേ. ദാമ്പത്യ ബന്ധങ്ങളെ പുനരുദ്ധരിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവമേ, സ്തോത്രം. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അഭിഷേകം ചെയ്യപ്പെട്ട കർത്താവേ, സ്തോത്രം. കരമടിച്ച് പാടാം. വിട്ടുപോവുക തകർച്ചകളെ, തളർച്ചകളെ വിട്ടുപോവുക. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു സർവശക്തനാം യേശുനാമത്തിൽ. ചേർന്ന് പാടാം. ബന്ധിക്കുന്നു,
ബഹിഷ്കരിക്കുന്നു സർവശക്തനാം യേശുനാമത്തിൽ. കരമൊന്ന് ഉയർത്തിയടിച്ച് ശക്തമായിട്ട് കരമൊന്ന് ഉയർത്തിയടിക്കുക. യേശുനാമത്തിന്റെ അത്ഭുതകരമായ ശക്തി ഈ സമൂഹത്തെ ദൈവം വിശദീകരിക്കുന്ന സമയം, കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുകുന്ന സമയം, കെട്ടുകൾ അഴിയുന്ന സമയം, തിന്മകൾ പരാജയപ്പെടുന്ന സമയം. കരമടിച്ച് ഈശോ 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 എന്ന് വിളിച്ച് എല്ലാവരും ശക്തമായിട്ട് കരമടിക്കുക. ശക്തമായി കരമടിച്ച് ഈശോ ഈശോ ഈശോയേ ആവർത്തിച്ച് വിടുതലിന്റെ രക്ഷയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഈശോ ഈശോ. ആമേൻ, ആമേൻ. രോഗപീഠകളെ മാറാവ്യാധികളെ ഞങ്ങളെ വിട്ടു പോവുക. പാടാം. രോഗപീഠകളെ മാറാവ്യാധികളെ ഞങ്ങളെ വിട്ടു പോവുക. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. രോഗപീഠകൾ ബഹിഷ്കരിക്കുന്നു സർവശക്തനാം യേശുനാമത്തിൽ. ബഹിഷ്കരിക്കുന്നു സർവശക്തനാം യേശുനാമത്തിൽ. അടിമത്തങ്ങളെ നിരാശകളെ വിട്ടുപോവുക. വിശ്വാസത്തിൽ അടിമത്തങ്ങളെ നിരാശകളെ വിട്ടുപോവുക. ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കരമൊന്ന് ഉയർത്തിയടിച്ച് സർവശക്തനാം യേശുനാമത്തിൽ. ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു സർവശക്തനാം യേശുനാമത്തിൽ. കരങ്ങൾ താഴ്ത്തിയടിച്ച് ജീവിതം സമർപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ദൈവശക്തി കടന്നു വരിക. ദൈവത്തിന്റെ സാന്നിധ്യം ഇടപെട്ടുകൊണ്ടിരിക്കുക. കുടുംബങ്ങളിലേക്ക്, തകർച്ചയുടെ കാന്തങ്ങളിലേക്ക് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇറങ്ങി വരുന്ന സമയം രണ്ട് കരമുയർത്തി ഈശോ എന്ന അത്ഭുത നാമത്തെ, രക്ഷയുടെ നാമത്തെ, വിടുതലിന്റെ നാമത്തെ, ശാപ പാപ ബന്ധന്റെ കെട്ടുകൾ അഴിക്കുന്ന അത്ഭുത നാമത്തെ വിളിക്കുന്നു. യേശുവേ ഈശോയേ യേശുവേ കരമടിച്ച് വീണ്ടും പാടാം. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയെ ആരാധിക്കുന്നു. ഭൂമയത്തിൻ സ്വാധീനങ്ങളെ വിട്ടുപോവുക. പാടാം. ഭൂമയത്തിൻ സ്വാധീനങ്ങളെ വിട്ടുപോവുക. ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു സർവശക്തനാം യേശുനാമത്തിൽ. കരമൊന്നുയർത്തിയടിച്ച് ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു വിശ്വാസത്തിൽ ആവർത്തിച്ച് സർവശക്തനാം യേശുനാമത്തിൽ. ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു സർവശക്തനായ യേശുനാമത്തിൽ. ബന്ധിക്കുന്നു ദൈവമേ. ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു സർവശക്തനാം യേശുനാമത്തിൽ. അഹങ്കാര സ്വാർത്ഥ സ്വഭാവങ്ങളെ വിട്ടുപോവുക. അഹങ്കാര സ്വാർത്ഥ സ്വഭാവങ്ങളെ വിട്ടുപോവുക. ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആമേൻ, ആമേൻ. സർവശക്തനാം യേശുനാമത്തിൽ. ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു സർവശക്തനാം യേശുനാമത്തിൽ. ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു സർവശക്തനാം യേശുനാമത്തിൽ. ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നൽകുന്ന സൗഖ്യം നമുക്ക് സ്വീകരിക്കാം. അവൻ നമ്മളെ വിടുവിക്കുന്ന സമയമാണ്. ഈശോയുടെ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തകർച്ചകളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാത്രിയിലാണ് നമ്മളുള്ളത്. നമ്മുടെ പ്രാർത്ഥനകളിലേക്ക്, നിയോഗങ്ങളിലേക്ക്
നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഈശോ പ്രവർത്തിക്കുന്ന രാത്രിയിലാണ് നമ്മളുള്ളത്. നമുക്ക് വളരെ സുപരിചിതമായ ബൈബിളിലെ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38-42 മർത്ത മറിയം ഇവരുടെ ഭവനത്തിലേക്ക് ഈശോ പോകുന്ന ആ ഒരു സംഭവം ഒന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കലിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് മർത്തയോട് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് സ്വീകരിക്കാം. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ രാത്രിയിൽ മർത്തയിലൂടെ മറിയത്തിലൂടെ നമ്മളോട് പറയുന്നു. നമ്മൾ പലവിധ കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്, വ്യഗ്രചിത്തതയുണ്ട്, അസ്വസ്ഥതയാണ്. നമുക്കൊരുപാട് നിയോഗങ്ങളും പ്രാർത്ഥനകളുമുണ്ട്. എങ്കിലും ഈശോ ഈ സമയം നമ്മളോട് മറിയത്തെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. നമുക്കൊന്ന് കണ്ണുകളടച്ച് കരങ്ങളൊന്ന് മടിയിൽ തുറന്നു വെച്ച് അല്പസമയം നമുക്കെല്ലാം ഒന്ന് മറന്ന് ഈശോയെ മാത്രം ഓർത്ത് കുറച്ചധികം സമയം അവനെ നമുക്കൊന്ന് ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാം. നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഈശോ നമ്മളോട് പറയുന്നു, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവായ ഞാൻ അറിയുന്നു. നമ്മുടെ ഇരു കരങ്ങളും ഒന്ന് തുറന്നു പിടിച്ച് നമ്മളൊന്നും ചോദിക്കേണ്ട, നമ്മളൊന്നും ആവശ്യപ്പെടേണ്ട. ഈശോ പറയുന്നു, മറിയത്തെ പോലെ എൻ്റെ അടുത്തൊന്ന് ഇരുന്നാൽ മതി, എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി, എന്നോടൊന്ന് സല്ലപിച്ചാൽ മതി. നമുക്കൊന്ന് ഈശോയെ ആരാധിക്കാം. ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഒന്ന് ചേർന്ന് ആരാധിക്കാമോ? കർത്താവേ, ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന എൻ്റെ നല്ല പിതാവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. നമ്മൾ എത്ര വലുതാണെങ്കിലും എത്ര പ്രായമുള്ളവരാണെങ്കിലും ആ പിതാവിൻ്റെ മുൻപിൽ നമ്മൾ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെ പോലെ പിതാവിൻ്റെ മുൻപിൽ നമുക്ക് ഇരിക്കാം. അവനെല്ലാം കാണുന്നുണ്ട്, അവനെല്ലാം അറിയുന്നുണ്ട്. നിനക്ക് സ്വസ്ഥതയോടെ ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും കഴിയുന്നില്ല. ഒരുപാട് ഭാരങ്ങൾ നിന്നിലുണ്ടെന്ന് അവൻ അറിയാം. നിനക്ക് പല രോഗങ്ങളാൽ നീ ക്ഷീണിതനാണെന്ന് അവൻ അറിയാം. വലിയ കടഭാരം നിന്നെ ഭരിക്കുന്നുവെന്ന് അവൻ അറിയാം. എങ്കിലും അവൻ പറയുന്നു, ഒന്നേ ആവശ്യമുള്ളൂ, മറിയത്തെ പോലെ എൻ്റെ അടുത്തൊന്ന് ഇരിക്കാമോ? എനിക്കെല്ലാം അറിയാം, ഞാൻ ചെയ്തു കൊള്ളുമെല്ലാം. നീ എൻ്റെ അടുത്തൊന്ന് ഇരുന്നാൽ മതി, നീ എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതി. ഈശോയെ ഒന്ന് നമുക്ക് സ്നേഹിക്കാം. ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ആരാധിക്കാം. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊന്ന് തുറന്നു പിടിച്ച് ഈശോയെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട്, അവനെല്ലാം അറിയുന്നുണ്ടെന്ന ചിന്തയോടെ, അവൻ എന്നെ ഇപ്പോൾ കാണുന്നുണ്ടെന്ന ചിന്തയോടെ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ഈശോയ്ക്ക് അറിയാം. എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നു, അവൻ എൻ്റെ പിതാവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എൻ്റെ പിതാവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. എൻ്റെ പിതാവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു, അങ്ങേ സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ഒന്ന് ചേർന്ന് ആരാധിക്കാമോ? ഈശോയെ സ്നേഹിച്ച് ആരാധിക്കാമോ? ഈശോയ്ക്ക് എല്ലാം സമർപ്പിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. യേശുവേ, 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 ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
സ്നേഹിക്കുന്നേ യേശുവേ. ഉള്ളുകൊണ്ട് പാടാം നമുക്ക്. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ എന്റെ കർത്താവേ, സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിച്ചുകൊണ്ട് പാടുന്നു ഈശോയെ. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ആരാധന, മഹത്വം ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് എല്ലാം അറിയുന്ന നല്ല ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങേ ആരാധിക്കുന്നത്, അവനെ ആരാധിക്കുവാൻ നീ തയ്യാറായാൽ, അങ്ങേ മഹത്വപ്പെടും, അവനെ സ്നേഹിക്കാൻ നീ തയ്യാറായാൽ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ദർശിക്കാത്ത വലിയ കാര്യങ്ങൾ നിന്റെ പിതാവ് നിനക്ക് വേണ്ടി ചെയ്യും. അവനിൽ വിശ്വസിക്കുക. അവനല്ലേ പറഞ്ഞേ, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ നിന്റെ ആവശ്യം എനിക്കറിയാം മകനെ. ആ പിതാവിലൊന്ന് വിശ്വസിച്ച് നമുക്കെല്ലാം മറന്ന് അവനെ ആരാധിക്കാം. ഈശോയെ ആരാധന, മഹത്വം കർത്താവേ, നന്ദി പിതാവേ. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു അപ്പാ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു പിതാവേ. അവിടുന്ന് എൻ്റെ ദൈവമാണ്, അവിടുത്തേക്ക് എല്ലാം സാധിക്കും. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. സ്നേഹത്തോടെ ആരാധിക്കാം. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ഈശോയോട് പറയാം നമുക്ക്. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്നേ ചേർന്ന് പാടാം. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിച്ചുകൊണ്ട് പാടാം. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. വലിയ സ്നേഹത്തോടെ യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എൻ്റെ ഈശ്വരനാഥാ. ഈശോയോട് പറയാം. പിരിയാൻ കഴിയില്ലെനിക്ക്, പ്രിയനേ എൻ്റെ യേശുനാഥാ. സ്നേഹിക്കുന്നേ കരങ്ങളൊന്ന് ഉയർത്തി താളത്തിലൊന്ന് വീശി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ചേർന്ന് പാടാം നമുക്ക്. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ സ്നേഹിച്ചുകൊണ്ട് പാടുന്നു ഈശോയെ. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ
മറ്റെന്തിനെക്കാട്ടിലും ഉപരിയായിട്ട് ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ. ഈശോയെ യേശുവേ സ്നേഹിക്കുന്നേ, ഈശോയെ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ. ഞങ്ങളെ ആരാധിക്കുന്ന ദൈവമേ, സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നവനെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ദൈവമേ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോ 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 ഈശോ. കർത്താവിന്റെ വചനം നമ്മളോട് പറയുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഈ സമയങ്ങളിൽ ഈശോയെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന് സ്തോത്രഗീതങ്ങൾ പാടുമ്പോൾ, ഈ നിമിഷം നമ്മുടെ ഇടയിൽ നമ്മുടെ ദൈവം, സർവശക്തനായ ദൈവം നമ്മുടെ ഇടയിലുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഈ സമയങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ ചാരയുണ്ട്. സർവശക്തനായ ദൈവം, ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഈശോയോട് നമുക്ക് പറയാം, ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് പറയാം. ഈശോയെ മറ്റെന്തിനെക്കാട്ടിലും ഉപരിയായിട്ട്, മറ്റാരെക്കാട്ടിലും ഉപരിയായിട്ട് ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയത്തിൽ കരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. ഈശോയെ മറ്റാരെക്കാട്ടിലും, മറ്റെന്തിനെക്കാട്ടിലും, മറ്റെല്ലാറ്റിനെക്കാട്ടിലും ഉപരിയായിട്ട് ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാനായിട്ട് ഞങ്ങൾക്കും ഇടയാകണമേ കർത്താവേ. ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്താം. ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി മറിയത്തെ പോലെ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ മർത്തായെ പോലെ ഞങ്ങൾക്ക് ഉത്കണ്ഠകളുണ്ട് കർത്താവേ, ആകുലതകളുണ്ട് കർത്താവേ, ഞങ്ങൾ വ്യഗ്രചിത്തരാണ് കർത്താവേ. എങ്കിലും മറിയത്തെ പോലെ ദൈവത്തിന്റെ സാന്നിധ്യം അറിയുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറിയത്തെ പോലെ ദൈവത്തിന്റെ കൂടെ ഇരിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും, ഞങ്ങളുടെ ആകുലതകളും, ഞങ്ങളുടെ വിഗ്രഹത്തകളും ഈ സമയങ്ങളിൽ ദൈവരങ്ങളിലേക്ക് കൊടുക്കുന്നു കർത്താവേ. ഞങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് ചിന്തകളുണ്ട് കർത്താവേ, ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കർത്താവേ. എങ്കിലും ദൈവമേ, അങ്ങ് കൂടെയുള്ളപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ, ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളവനെ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനെ നമുക്ക് ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, അങ്ങേ സ്തുതിക്കുന്ന ദൈവമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ആരാധന 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 ആരാധന. ഈശോയെ ആരാധന 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 ആരാധന. കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തെ ആരാധിക്കാം. ഏറ്റവും യോഗ്യനവൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും ഞാൻ. എന്റെ ഈശോയെ എല്ലാറ്റിനും ഉപരിയായി എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമുക്ക് ഏറ്റുപറയാം, നമ്മുടെ അപ്പനെയും അമ്മയെക്കാളും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റു പ്രിയപ്പെട്ടവരായി കരുതുന്ന മറ്റാരേക്കാളും, നമ്മുടെ മക്കളെക്കാളും, ജീവിത പങ്കാളിയെക്കാളും, സഹോദരങ്ങളെക്കാളും, നമ്മൾ വേണ്ടപ്പെട്ടവരെന്ന് കരുതുന്ന മറ്റാരേക്കാട്ടിലും ഉപരിയായി
ജീവിക്കുന്ന ദൈവത്തെ, സർവശക്തനായവനെ, ഈ നിമിഷം നമ്മുടെ കൂടെയുള്ള ദൈവത്തെ ആരാധിക്കുന്നുവെന്ന്, സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് ഏറ്റുപറയാം. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഈശോയെ, സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. അവിടുന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടല്ലോ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അറിയുന്നുണ്ടല്ലോ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ ദൈവമേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ ഈശോയെ. ഞങ്ങളുടെ ഗദ്ഗതങ്ങൾ അവിടത്തേക്ക് അറിയാലോ കർത്താവേ. ഞങ്ങളുടെ കണ്ണുനീർ തുള്ളികളുടെ എണ്ണം അവിടത്തേക്ക് അറിയാലോ കർത്താവേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും ഉയർത്തി, ഞങ്ങളുടെ എല്ലാ ആകുലതകളും ഉയർത്തി, ആരോടും പറയാൻ പറ്റാത്ത ഞങ്ങളുടെ വിഷമങ്ങളെ ഉയർത്തി, സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായവനെ, ഞങ്ങളുടെ സർവശക്തനായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ആരാധന, ആരാധന, ആരാധന. ഈശോ, 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 ഈശോ. ആരാധന, ആരാധന, ആരാധന. വീണ്ടും കരങ്ങളടിച്ച് രക്ഷനാഥനെ ഞാൻ മുഴുവാത്മാവും ഹൃദയവുമാ, മുഴുമനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ, നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതനാ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ, നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതനാ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവത്തിന് ആരാധനകൾ ഉയർത്തുമ്പോൾ ഈ സമയങ്ങളിൽ തന്നെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നു, നമുക്ക് സൗഖ്യം നൽകുന്നു, നമ്മുടെ കടബാധ്യതകൾ എടുത്തു മാറ്റുന്നു. നമ്മുടെ ഓരോ നിയോഗങ്ങളും ദൈവം അറിയുന്നു, നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം മാനിക്കുന്നു. ദൈവത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തുമ്പോൾ ആ സമയങ്ങളിൽ തന്നെ ഈശോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ നിമിഷം ഇവിടെ വെച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഈശോ ഉത്തരം നൽകുന്നു. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ദൈവത്തെ, നമ്മുടെ ദൈവത്തെ, സർവശക്തനായവനെ, ഏക ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ആൽഫയും ഒമേഗയുമായവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, അങ്ങല്ലാതെ മറ്റാരും ഞങ്ങൾക്കുണ്ട് കർത്താവേ. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം കർത്താവേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറൊരു തുണയില്ല കർത്താവേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് സങ്കേതമില്ല കർത്താവേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് അവിടുന്നാണല്ലോ കർത്താവേ. അവിടുന്നാണല്ലോ ഞങ്ങളെ കേൾക്കുന്നത് ദൈവമേ. അവിടുന്നാണല്ലോ ഞങ്ങളെ മാനിക്കുന്നത് കർത്താവേ. ഞങ്ങളുടെ ഏക ആശ്രയമേ, ഞങ്ങളുടെ ഏക സങ്കേതമേ, ഞങ്ങളുടെ ഏക കോട്ടയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. അബ്രാഹത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ സർവശക്തനായ ദൈവം. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ വല്ല പാപത്താലേ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ. നിന്നോടെളിയൊരറ്റം ചെയ്യുന്നതിനു മുൻപേ നഷ്ടമാക്കിടമഖിലവും ഞാൻ. ഏറ്റവും യോഗ്യനാമൻ, നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി നിന്നെ
സ്നേഹിച്ചിടും വിധ ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നന്മസ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടും വിധ ഞാൻ. നിന്നെ സ്നേഹിച്ചിടും വിധ ഞാൻ. വലിയ സ്നേഹത്തോടെ ആരാധിക്കാം. നിന്നെ സ്നേഹിച്ചിടും വിധ ഞാൻ. നിന്നെ സ്നേഹിച്ചിടും വിധ ഞാൻ. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിശ്ചയമായും പ്രവർത്തിക്കും. അവൻ നമ്മുടെ അപ്പനല്ലേ. സങ്കീർത്തനങ്ങൾ 139:2 ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. പുറപ്പാട് 3:7 അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. എല്ലാം അറിയുന്ന ഒരപ്പൻ്റെ തണലിലാണ് നമ്മളായിരിക്കുന്നത്. അവിടുന്ന് നമ്മളെ അറിയുന്നു, വിചാരങ്ങൾ അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം എൻ്റെ പിതാവ് അറിയുന്നുണ്ട്. ആ പിതാവിനെ സ്നേഹിച്ച് ആരാധിച്ച് അവൻ ഇന്ന് എനിക്കായി ഒരുക്കുന്ന സ്നേഹത്തിൻ്റെ കൃപയുടെ ഈ രാത്രിയെ ഓർത്ത് നന്ദി പറയാം. ഉള്ളുകൊണ്ടൊന്ന് ആരാധിക്കാമോ? കർത്താവേ, സർവശക്തനായ ദൈവമേ, എന്നെ ഈ ആലയത്തിലേക്ക്, എന്നെ ഈ ശുശ്രൂഷയിലേക്ക്, ഈ മണിക്കൂറിൽ, ഈ ടെലിവിഷന്റെ മുൻപിൽ, ഈ മൊബൈൽ സ്ക്രീനിന്റെ മുൻപിൽ എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയത് എൻ്റെ പിതാവാണ്. അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകുന്നു. കർത്താവേ, അങ്ങേക്ക് മഹത്വം, ആരാധന. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല, രോഗങ്ങൾ ഉള്ളത് കൊണ്ടല്ല, കടഭാരങ്ങൾ ഉള്ളത് കൊണ്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്. എനിക്ക് അവിടുത്തെ ഒത്തിരി സ്നേഹമുള്ളത് കൊണ്ടാണ്. അങ്ങനെയൊന്ന് പറയാമോ ഉള്ളിൽ? എനിക്ക് അങ്ങയോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത്. ഈശോയെ, ഞാൻ നിന്റെ മുൻപിൽ നിൽക്കുന്നത് അവിടുന്ന് നിന്റെ പിതാവായത് കൊണ്ടാണ്. ഓ സർവശക്തനെ, ഓ മഹത്വവാനായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവൽ എന്നെ നിറയ്ക്കണമേ. കർത്താവേ, എന്നെ ഒന്ന് ആലിംഗനം ചെയ്യണമേ. ഒരു പിതാവിനെ പോലെ ഒന്ന് ആലിംഗനം ചെയ്യണമേ. ഓ പിതാവേ, നിന്റെ മഹത്വം എന്നിൽ നിറയട്ടെ. ഞാൻ ഏറെ ക്ഷീണിതനാണ്, ഞാൻ ഏറെ നിരാശനാണ്. ഇപ്പോൾ അവിടുന്ന് എന്നെ വിടുവിക്കണമേ. ഇപ്പോൾ അവിടുത്തെ സ്നേഹത്താൽ എന്നെ പൊതിയണമേ. എൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തണമേ കർത്താവേ. എൻ്റെ ജീവിതത്തെ അഭിഷേകം ചെയ്യണമേ ഈശോ. ഒന്ന് പ്രാർത്ഥിക്കാമോ? വേണ്ടായി ലോക ഇമ്പം പ്രിയനേ, നീ മതി. മതി. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ, നീ മതി. കർത്താവിന്റെ സ്നേഹം മതി. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ, നീ മതി. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ, നീ മതി. എന്നും വാഴ്ത്തി പാടും ഞാൻ. വാഴ്ത്തി പാടുക. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. വാഴ്ത്തിപ്പാടാം നമുക്ക് ഈശോയെ. എന്നും വാഴ്ത്തി പാടും ഞാൻ. ആരാധിക്കുന്നു ദൈവമേ. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ഈശോയിലേക്ക് മാത്രം നോക്കാം നമുക്ക്. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ഈശോയിലേക്ക് നോക്കാം. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ, നീ മതി. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ, നീ മതി. എന്നും വാഴ്ത്തി പാടും
പാടും ഞാൻ. യേശുവേ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഹല്ലേലൂയ. തേടിയതല്ല ഞാൻ നിന്നെ, ആ ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ആ ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്ക് പാടുകൾ ഏറ്റു ഞാൻ. ഓടുന്നു ലാക്കിലേക്ക് പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതില്ലേ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് കർത്താവിനെ കണ്ടുകൊണ്ട് പാടുന്നു. കർത്താവിന്റെ സ്നേഹം നമ്മളിൽ നിറയട്ടെ. ഈശോ, വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. വേണ്ടായി ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. യേശുവേ, ആരാധന മഹത്വം. എന്നും യേശുവേ, നന്ദി. വാഴ്ത്തിപ്പാടും ഞാൻ. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. യേശുവേ, യേശുവേ, യേശുവേ. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. നമുക്ക് ശാന്തമായി ഇരുന്ന്